49ാമത്തെ ശ്ലോകമാണ്. സുരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാധനഞ്ജയാം ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഫലഹേതവാം. ഹേ അർജുന, കാമ്യകർമ്മം ബുദ്ധിയോഗത്തെക്കാൾ വളരെ നികൃഷ്ടം തന്നെ. അതിനാൽ ബുദ്ധിയെ, ജ്ഞാനത്തെ ശരണം പ്രാപിക്കൂ. ഫലേച്ഛുക്കൾ ദീനന്മാരത്രേ. ഫലകാംക്ഷയോടെ ചെയ്യപ്പെടുന്ന കർമ്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഫലകാംക്ഷയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം. ഫലാസക്തി മനസ്സിനെ അസ്വസ്ഥവും ദുർബലവുമാക്കും. അപ്പോൾ കർമ്മം ചെയ്താൽ നേരെയാവില്ല. ഫലകാംക്ഷ ഇല്ലെങ്കിൽ മനസ്സ് സ്വസ്ഥമായിരിക്കും. അപ്പോൾ അതിമഹത്തായ നിലയിൽ കർമ്മം ചെയ്യാൻ കഴിവുണ്ടാവും. ഇവിടെ ബുദ്ധിയോഗം എന്നത് ഒരു പ്രത്യേക യോഗമല്ല, അന്ധകരണത്തിലെ നിശ്ചയാത്മികമായ ഘടകമാണല്ലോ ബുദ്ധി. സംശയാത്മികതയാണ് മനസ്സും. ചിന്തകളുടെ ഏകാഗ്രവും ശാന്തവും സ്ഥിരവുമായ ഭാവമാണ് ബുദ്ധിയെ എന്നർത്ഥം. ഈ ഭാവത്തെ നിലനിർത്താൻ, അതായത് സംശയാത്മികമായ മനസ്സിന്റെ ചാബല്യങ്ങളെ നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട് നിയന്ത്രിക്കൽ തന്നെ ബുദ്ധിയോഗം. അതാ ഈ ഫലകാംക്ഷയോടെ ചെയ്യപ്പെടുന്ന കർമ്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഫലകാംക്ഷയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം. ഫലാസക്തി മനസ്സിനെ അസ്വസ്ഥവും ദുർബലമാകും. എന്തോ ആസക്തി. നമുക്ക് ഒരു കർമ്മം ചെയ്യുന്നത് ഒരു ഫലത്തിന് വേണ്ടിയാണ്. അതിലോട്ടുള്ള ആസക്തി, അത് അപ്പം ഈ ആസക്തി എന്നെ അസ്വസ്ഥമാകും. നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവർ ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ അവിടെ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്തോ ഒരു കാര്യം നടക്കണം. അപ്പൊ അതിനുവേണ്ടിയാണല്ലോ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മം നടക്കുമ്പോഴെന്തുവാ, അയ്യോ അത് നടക്കണം എങ്ങനെയെങ്കിലും. അപ്പം ഞാൻ നടക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ അതിലോട്ട് ആക്രാന്തം എന്ന് പറയത്തില്ലയോ, ആസക്തി എന്നുവെച്ചാല് അത് ഇങ്ങനെ കിട്ടിയ നമ്മൾ ഒരു ആവശ്യമില്ലാത്ത ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മനസ്സ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയാ കർമ്മം ചെയ്യുന്നത്. ആ ഫലം ചിലപ്പോൾ കിട്ടണമെന്നില്ല. നമ്മൾ 100% കോൺട്രിബ്യൂട്ട് ചെയ്താലും മനസ്സ് നമ്മൾ ഇൻവോൾവ് ചെയ്ത് നമ്മൾ വളരെ കോൺസെൻട്രേഷനായിട്ട് വളരെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 100% എഫർട്ട് ഇട്ടു, അത് സത്യമാണ്. പക്ഷേ ഈ 100% റിസൾട്ട് ഇട്ടെങ്കിൽ ആ 100% രീതിയിലായിരിക്കത്തില്ല ചിലപ്പോൾ റിസൾട്ട്. അപ്പം പക്ഷെ നമ്മൾ എന്ത് വരിക്കുന്നത്, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നേരത്തെ ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്, അതുണ്ടാവണം, അതെന്റെ പ്രതീക്ഷയാണ്. പക്ഷേ അതിൽ എനിക്ക് ഫ്രീഡം ഇല്ല. ആ ഫലത്തിൽ എനിക്ക് 100% ഫ്രീഡം ഇല്ല. പക്ഷേ എനിക്ക് എവിടെ 100% ഫ്രീഡം? ഈ കർമ്മം ചെയ്യുന്നതിൽ, ഈ ജോലി ചെയ്യുന്നതിൽ ഞാൻ 100% ഇതായിരിക്കണം. അപ്പം ഇതാണ് എൻ്റെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഫ്യൂച്ചറിന് വെച്ചാൽ എന്തുവാ, ഈ കർമ്മത്തിന്റെ ഫലമല്ല എൻ്റെ അൾട്ടിമേറ്റ്. ഞാൻ ഇങ്ങനെ ഓരോ കർമ്മങ്ങളും എനിക്ക് ഈ ആഗ്രഹം നിവൃത്തിയാണല്ലോ നമ്മുടെ കർമ്മങ്ങൾ. ഓരോ കർമ്മങ്ങളും നമ്മുടെ ആഗ്രഹം നിവൃത്തിയാണ്. അതാ എൻ്റെ വാസന, എൻ്റെ സ്വഭാവം. അതാ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. എന്താ, എൻ്റെ ആഗ്രഹ പൂർത്തീകരണം ഞാൻ ചെയ്യുന്ന ഓരോ രീതികളില്ല. എല്ലാവരുടെയും എനിക്കൊരു വീടുണ്ടാക്കുന്നത് എൻ്റെ രീതിയില്ല, അല്ലെങ്കിൽ ഓരോരുത്തരുടെ രീതിയിൽ അവരുടെ വീടുണ്ടാക്കുന്നത് എൻ്റെ ആ രീതികളാണ്, എൻ്റെ ശൈലിയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇതെല്ലാം ബേസ്ഡ് എന്തുവാ, എൻ്റെ ആഗ്രഹത്തിന്റെ ബേസ്ഡാണ്. അപ്പം ഞാൻ അതിലോട്ട് അങ്ങോട്ട് ആസക്തിന് ഈ ഫലം എനിക്ക് കിട്ടിയേ പറ്റൂന്ന് ഞാൻ അങ്ങോട്ട് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ആസക്തിയിലോട്ടായി കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കിട്ടുമോ, നടക്കുവോ, അങ്ങനെ ആവുമോ എന്നുള്ള ഒരു ആകാംക്ഷ. എന്നുവെച്ചാൽ എന്താ, ഞാൻ ഫ്യൂച്ചറിലോട്ട് എൻ്റെ മനസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രസന്റിൽ അപ്പം എങ്ങനെ 100% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഈവൻ 100% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോലും റിസൾട്ട് അങ്ങനെ ആവണമെന്നില്ല. സോ മെനി അതർ ഫാക്ടേഴ്സ് ഉണ്ട്. എൻ്റെ കർമ്മഫലമുണ്ട്. ആ കർമ്മഫലം ആ റിസൾട്ടിനെ ബാധിക്കും, എൻ്റെ എഫർട്ട് മാത്രമല്ല. അപ്പം ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. ഒരു കർമ്മം ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു കർമ്മം, എനിക്കൊരു ആഗ്രഹം എനിക്ക് നിവർത്തിക്കണം. എൻ്റെ സ്വധർമ്മത്തിൽ കൂടെ പോകാനൊക്കത്തുള്ളൂ. കൃഷ്ണൻ നേരത്തെ പറഞ്ഞല്ലോ, അർജുന, നീ നിന്റെ സ്വധർമ്മം നോക്കിയാലും നീ യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥരാ. നീ ക്ഷത്രിയനാണ്. നിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാർക്ക് യുദ്ധം ഒരിതാ. അപ്പൊ അവിടെ വന്ന യുദ്ധം, ആ ഒരു കർത്തവ്യം മുമ്പിൽ വന്നപ്പോഴത്തേക്ക് തളരുവാന്ന് വേണ്ടേ? നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മുടെ വാസനയാണ്. അപ്പം അവിടെ തളരാൻ പാടില്ല. അപ്പൊ തളരാൻ വെച്ചാൽ എന്തുവാ, നമുക്ക് ചില ആഗ്രഹമുണ്ട്. അപ്പൊ ആഗ്രഹം നിവൃത്തിയില്ലെങ്കിൽ ഞാൻ
നശിച്ചു പോണോ? എനിക്ക് ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ? അല്ല, ഇതല്ല എൻ്റെ ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പല ഇതുണ്ട്. അപ്പം ഓരോ ആഗ്രഹവും എനിക്ക് എൻ്റെ ആശകളാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ്. പക്ഷേ ആ ആശ അങ്ങനെ 100% നിറവേറുന്ന ഓരോ ഉറപ്പുമില്ല. പക്ഷേ ആ കർമ്മം ചെയ്യാനുള്ള 100% അത് എൻ്റെ കയ്യില്ല. അതിലെനിക്ക് ഫ്രീഡം ഉണ്ട്, റിസൾട്ടിൽ എനിക്ക് ഫ്രീഡം ഇല്ല. അപ്പം വരുന്ന റിസൾട്ടിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ നമുക്ക് എന്തോ പ്രശ്നം? ഈ ആസക്തിയാണ് എൻ്റെ പ്രശ്നം. ഈ ഫലം കിട്ടണം എന്നുള്ള ഒരു ആസക്തി, അതിനകത്തോട്ട് ഞാൻ അങ്ങ് ആസക്തനാവുക. അതെന്നെ ഡിസ്റ്റർബ് ചെയ്യും. എനിക്ക് പ്രസന്റിൽ എനിക്ക് മൈൻഡ് വേവറിങ് ആയിരിക്കും. കിട്ടുവോ എന്നുവെച്ചാൽ ഒരു ആവലാതിയ, ഒരു ആകാംക്ഷ. എങ്ങനെ വരും ഇതിന്റെ റിസൾട്ട്? ഞാൻ അതിലങ്ങോട്ട് മൈൻഡ് അങ്ങ് ചഞ്ചലപ്പെടും. ചഞ്ചലപ്പെടുമ്പോഴോ അതിന്റെ കോൺസെൻട്രേഷൻ പോകും. അതാ അടുത്ത സെന്റൻസുകളിൽ വരുന്നത്. ഫലാസക്തി മനസ്സിനെ അസ്വസ്ഥവും ദുർബലവുമാക്കും. അപ്പോൾ കർമ്മം ചെയ്താൽ നേരെയാവില്ല. ഫലകാംക്ഷയില്ലെങ്കിൽ മനസ്സ് സ്വസ്ഥമായിരിക്കും. അതാ നമ്മൾ ഈ റിസൾട്ടിലോട്ട് അങ്ങോട്ട് ആസക്തനല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നോർമലായിരിക്കും, ഡിസ്റ്റർബ് ആവത്തില്ല. എന്തുകൊണ്ടാണ് ഡിസ്റ്റർബൻസ് വരുന്നത്? നമുക്ക് ഒരു കർമ്മം ചെയ്യുമ്പോഴേ ഇതിന്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ആസക്തി, അതിലോട്ടുള്ള അമിതമായ ഒരു ആസക്തി. ഇത് കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പോയി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരണം. നമ്മൾ ഈ ഞാനെന്ന ഭാവത്തിലാണ് ഇതെല്ലാം വരുന്ന ആസക്തി. ഈ ഞാനാണ്, എൻ്റെ ഈഗോ ആണ് ഈ ആസക്തിയിലോട്ട് എന്നെ നയിക്കുന്നത്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ ഞാനെന്ന ഭാവം, ഞാൻ എന്നുള്ളത് വേണം താനും, ഞാനെന്ന ഭാവം ആയിക്കൂടാ. ഞാനാണ് എല്ലാത്തിൻ്റെയും. ഞാനെന്ന ഭാവം അതാ. പക്ഷെ ഞാൻ മാർക്കറ്റിൽ പോയി, ഞാൻ ആ ജോലി ചെയ്യാൻ പോവാ, എനിക്കിന്ന് ലീവാ, ഞാൻ ചെയ്തു. ഞാൻ ഓർഡിനറി ഞാനാ. ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവുണ്ടാ, അല്ലെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലയോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്, ഞാൻ അപ്പോഴേ മുന്നിൽ കണ്ടതാ. അതൊക്കെ ഞാൻ എന്ന ഭാവമാ. ഇനി ഞാനെ കൊണ്ടൊരു പ്രോബ്ലം, ഞാൻ എന്ന ഭാവത്തിലോട്ടാവുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നമാവുന്നു. ഞാനെന്ന ഭാവവും ഞാനും വ്യത്യാസമാണ്. ഈ ഞാൻ എനിക്ക് ഇന്ററാക്ഷനിൽ ഞാൻ ഉപയോഗിച്ചേ പറ്റൂ. ഞാൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചേ പറ്റൂ, അതിനകത്ത് ഒരു തർക്കമില്ല. പക്ഷെ ഞാനെന്ന ഭാവത്തിലോട്ട് പോയാലോ അതെന്റെ പ്രശ്നമായിട്ട് മാറും. എൻ്റെ ഞാൻ എപ്പോഴേ പറഞ്ഞതാ, എനിക്കിങ്ങനെയൊക്കെ വേണം. അത് ഞാനെന്ന ഭാവമാ. അതാണ് ഈഗോ. നമുക്ക് ഈ ഈഗോ ഞാനിലേ നിൽക്കാവൂ. അത് ഓൺലി ഫോർ ഇന്ററാക്ഷൻ. ഈ ഞാനെന്ന ഭാവം വരുമ്പോഴത്തേക്ക് അതാണ് എന്നെ പ്രശ്നം, എന്നെ തളർത്തുന്നത്. ഈ ഈഗോ ആണ്. ഈഗോ എന്ന് വെച്ചാൽ എന്തുവാ? ഞാനെന്ന അഹംഭാവം, ഞാനെന്ന ഭാവം, അഹങ്കാരം. ഇതിന്റെ അങ്ങോട്ട് ഡോസ് കൂടുമ്പോഴത്തോളം നമ്മുടെ പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഫലത്തിലോട്ടുള്ള ആസക്തി, ഇങ്ങനെ ആയേ പറ്റൂ, അതാണ് എന്നെ ഡിസ്റ്റർബൻസ്. എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിപ്പോ. ഈ ആസക്തിയില്ലെങ്കിലോ, ഫലകാംക്ഷയില്ലെങ്കിൽ മനസ്സ് സ്വസ്ഥമായിരിക്കും. അപ്പോൾ ബുദ്ധി അതിമഹത്തായ നിലയിൽ കർമ്മം ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് കർമ്മം ചെയ്യുന്നത്. ഈ ബുദ്ധി വേവറിങ് ആയിപ്പോയാലോ, മനസ്സ് ഈ ഞാനെന്ന ഭാവം ഈ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ, വളരെയേറെ ബന്ധപ്പെട്ടതാ. അതുകൊണ്ടാണ് എനിക്കൊരു ദേഷ്യം വരുമ്പോഴോ വിഷമം വരുമ്പോ ഞാനങ്ങ് ദേഷ്യം വരുമ്പോ ഈ ഞാനങ്ങ് പോകും, ഭയങ്കര ദേഷ്യം വരും. ദുഃഖം വരുമ്പോഴോ ഈ ഞാനെന്ന ഭാവത്തിലോട്ട്, അയ്യോ എനിക്കിങ്ങനെ. ഈ ഈഗോ ആണ് നമ്മളെ ഈ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ എലിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അഹങ്കരിപ്പിക്കുന്നത് ഈ ഈഗോയാ. അപ്പം ഈ ഭാവത്തിലോട്ട് ഞാൻ പോരുത്. അത് എന്തുകൊണ്ടാണ്? അപ്പൊ ആ ഭാവത്തിലോട്ടിരുന്ന് എനിക്ക് ആസക്തി വരും. ഫലത്തിൽ കിട്ടിയേ പറ്റൂ, ഞാൻ ശടിക്കും, ഈഗോ ശടിക്കും. ഞാൻ 100% അങ്ങനെ ശടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫുൾ എഫർട്ട് ഈ വർക്കിൽ ചെയ്യാൻ പറ്റത്തില്ല, കർമ്മത്തിൽ. അതാണ് അതിന്റെ മെക്കാനിസം. അപ്പൊ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചോണം നമ്മളെ ഒരു ആസക്തിയിലിരിക്കുക. ഞാനൊരു കർമ്മം ചെയ്യുക, അതിനൊരു റിസൾട്ട് ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യുന്നത് ഒരു ഫലത്തിന് വേണ്ടിയാ, അല്ല ഫലം കിട്ടാതിരിക്കാനല്ല കർമ്മം ചെയ്യുന്നത്. അതിനെ നമ്മൾ 100% എഫർട്ട് ഇടുക എന്നുള്ളതാണ് നമ്മുടേത്. ബാക്കി നടക്കുന്നതിനെ അതിന്റെ ആ കർമ്മത്തിന്റെ റിസൾട്ടിനെ പ്രസാദ ബുദ്ധിയിലും കണ്ടാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്കിങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ, നമ്മൾ ഒരു കർമ്മത്തിൽ നിൽക്കുവാന്നോ നമ്മുടെ ജീവിതം, അടുത്തടുത്ത കർമ്മങ്ങൾ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ സ്വസ്ഥമായി മുന്നേറിക്കൊണ്ടിരിക്കും. അതേസമയത്ത് നമ്മൾ ആസക്തിയിലോട്ട് കഴിഞ്ഞു, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാ, ജീവിതം ഒരു ദുരിതമായിട്ട് മാറും. അതെന്തുകൊണ്ടാ? ഞാനെന്ന ഭാവം അതെന്നെ ആസക്തിയിലോട്ട് നയിക്കുന്നു. അപ്പോൾ ഫലകാംക്ഷയില്ലെങ്കിൽ മനസ്സ് സ്വസ്ഥമായിരിക്കും. അപ്പോൾ അതിമഹത്തായ നിലയിൽ കർമ്മം ചെയ്യാൻ കഴിവുണ്ടാവും. ഇവിടെ ബുദ്ധിയോഗം എന്നത് ഒരു പ്രത്യേക യോഗമല്ല, അന്ധകരണത്തിലെ നിശ്ചയാത്മികമായ ഘടകമാണല്ലോ ബുദ്ധി. ഒരു കർമ്മം ചെയ്തതിന് പുറയിൽ
എങ്ങനെ ഒരു കർമ്മ പറയലിനുള്ള ആ ചിന്തകളെ പറയുന്നതാണല്ലോ ബുദ്ധി. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതെല്ലാം ചിന്തകളാ. ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒരു കർമ്മം ചെയ്യുന്നതിന് പുറകിൽ നമ്മൾ അനലറ്റിക്കൽ വിചാരിക്കും. ഞാൻ പല രീതി ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, ഞാൻ വിചാരിച്ചു നോക്കും. അതെങ്ങനെ ചെയ്യണം, ഞാൻ ഒരു വിചാരം ചെയ്യുക, അനലൈസ് നടത്തുക. വിചാരം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ അനലൈസ് ചെയ്യുക എന്നർത്ഥം. അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്? നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക, അനലിറ്റിക്കൽ തോട്ട്സ്, വിശകലനം ചെയ്യുക. വിശകലനം അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, അതിന്റെ പ്ലസും മൈനസും ഒക്കെ ഞാൻ ഇങ്ങനെ അതൊരു അതൊരു ഇതാണ്. അപ്പൊ നമ്മൾ ആ ബുദ്ധി എന്നെ ഒരു എന്തുവാ ഒരു ഫോക്കസ്ഡ് ആണ്. അതേ സമയത്ത് വികാരമോ അത് ഭയങ്കര ടർബുലന്റ്. എനിക്ക് ദേഷ്യം വരും, വിഷമം വരും, സന്തോഷം, നമുക്ക് പല പല വികാരങ്ങൾ. അതൊരു സംശയാത്മിക. എപ്പോഴും അങ്ങനെ നിൽക്കുവോ, കിട്ടുവോ? അപ്പൊ ഇതൊരു മനസ്സ് എപ്പോഴും സംശയാത്മിക, ബുദ്ധി എപ്പോഴും നിശ്ചയാത്മികം. ഈ ബുദ്ധി വികാരമായിട്ട് ചേരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഈ ബുദ്ധി വിവേകമായിട്ടാണ് ചേരേണ്ടത്. അപ്പൊ അതിനെയാണ് ഈ വിവേക ബുദ്ധിയാണ് നിശ്ചയാത്മികം എന്ന് പറയുന്നത്. ഈ ബുദ്ധി എമോഷനുമായിട്ട് അലൈനായാലോ അത് സംശയാത്മികം. കാരണം മനസ്സിന്റെ സ്വഭാവം സംശയമാണ്. ആ സംശയത്തിൽ അടിപ്പെട്ടാൽ ഞാൻ പിന്നെ കർമ്മം ചെയ്യാൻ പോകുന്നത്. അതേ സമയത്ത് ഈ മനസ്സിനെ ഞാൻ എമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ ഈ അനലൈസ് ചെയ്യുന്നത് ഞാൻ വിവേകത്തിലായിരിക്കും, വിശകലനം ചെയ്യുന്നത് വിവേകത്തിലായിരിക്കും, വികാരത്തിലായിരിക്കത്തില്ല. അപ്പൊ നമ്മൾക്ക് വിശകലനം ചെയ്ത് വേണം ഒരു കർമ്മം ചെയ്യാൻ. അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നു. അത് വികാരത്തിൽ ചിന്തിച്ചാലോ ദേഷ്യത്തിൽ നിന്ന് ചിന്തിച്ചാലോ അതിനനുസരിച്ചുള്ള കർമ്മമായിരിക്കും ചെയ്ത് കൂട്ടുന്നത്. അതിനെ ദുരിതത്തിലോട്ട് നയിക്കും. അതേസമയത്ത് എനിക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ വിഷമം വന്നു, അസൂയ വന്നു, അല്ലെങ്കിൽ നിരാശ വന്നു, ഇതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഈ എമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. അപ്പൊ എനിക്ക് ഡയറക്ഷൻ കിട്ടും. അപ്പോ അത് ആ ബുദ്ധി, വിവേക ബുദ്ധി, ആ വിവേക ബുദ്ധി നിശ്ചയാത്മികമാണ്. അന്ധകരണത്തിലെ നിശ്ചയാത്മിക ഘടകമാണല്ലോ ബുദ്ധി. സംശയാത്മികതയാണ് മനസ്സും. ചിന്തകളുടെ ഏകാഗ്രവും ശാന്തവും സ്ഥിരവുമായ ഭാവമാണ് ബുദ്ധി എന്നർത്ഥം. ഈ ഭാവത്തെ നിലനിർത്താൻ, അതായത് സംശയാത്മികമായ മനസ്സിന്റെ ചാബല്യങ്ങളെ നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി, അതാ പറഞ്ഞ ബുദ്ധിയുടെ വിവേകശക്തി, അതിനാണ് നമ്മളെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത്. അവിടെയാണ് നമുക്ക് ബലം വരുന്നത്. വികാരത്തിന് അടിമപ്പെട്ടു പോയാൽ നമ്മൾ ദുർബലമാവും മനസ്സ്. അപ്പോ അതായത് സംശയാത്മികമായ മനസ്സിന്റെ ചാബല്യങ്ങളെ നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട് നിയന്ത്രിക്കൽ തന്നെ ബുദ്ധിയോഗം. നമ്മൾ ഈ എമോഷൻസുമായിട്ട് അലൈനാകാതെ ഈ വിവേകമായിട്ട് അലൈനാകുന്ന അത് ബുദ്ധിയോഗം. ബുദ്ധിയോഗം എന്ന് വെച്ചാൽ നമ്മൾ വിവേകത്തിൽ കർമ്മം ചെയ്യുന്നതിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. മറ്റേത് വികാരത്തിൽ ചെയ്യുന്നത് ബുദ്ധിയോഗം അല്ലത്, അത് വെറും കർമ്മമാണ്. ബുദ്ധിയോഗം എന്ന് വെച്ചാൽ കർമ്മയോഗത്തിന്റെ വേറെ പേരാ ബുദ്ധിയോഗം. അപ്പൊ ഇത് ഞാൻ എമോഷൻസിൽ, വികാരങ്ങളിൽ കർമ്മം ചെയ്താൽ അത് വെറും കർമ്മവും. അതാ നമ്മളിപ്പം ഈ കർമ്മയോഗം എന്നുള്ളൊരു വാക്കിനെ കുറിച്ച് നമുക്ക് അറിയത്തേ ഇല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്തുവാ? നമ്മുടെ വികാരങ്ങളാ. വികാരങ്ങളനുസരിച്ച് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ കർമ്മം ചെയ്യുക. പക്ഷെ കർമ്മയോഗമായിരിക്കണം. യോഗത്തിൽ സമർപ്പണ ബുദ്ധിയിൽ, ഞാനെന്ന ഭാവത്തിലല്ല. ഞാൻ ഈ വികാരത്തിൽ എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവത്തിലാണ്, അഹംഭാവത്തിലാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് കർമ്മങ്ങൾ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഈ ഗ്രന്ഥങ്ങൾ പഠിക്കാത്തിടത്തോളം കാലം ഞാനെന്ന ഭാവത്തില. എനിക്ക് ഇങ്ങനെ വേണം, എനിക്കിത് ഇങ്ങനെ വരണം. നമ്മുടെ അതിലോട്ടുള്ള ആസക്തിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം കാരണം. അതാ ഈഗോ ആണ് എല്ലാത്തിനും. നമുക്കറിയാമല്ലോ, ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താ? ഈഗോ ആണെന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ. എന്താണ് ഈഗോ? നമ്മളത് മനസ്സിലാക്കണം. എന്നിലുള്ള ഈഗോ എന്താണ്? ഇപ്പൊ ഞാനെന്ന ഭാവം, എനിക്ക് ആ ഞാനെന്ന ഭാവത്തിലോട്ട് പോകരുത്. അതുകൊണ്ട് നമുക്കൊരു ദോഷവും വരത്തില്ല. നമ്മൾ കഴിക്കുന്നതുവാ നമ്മളങ്ങനെ വിട്ടുകൊടുത്തുകൂടാ. നമ്മുടെ അഭിമാനം നമ്മൾ എന്നാലേ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നാ നമ്മുടെ ഒരു മിഥ്യാധാരണയത്. നമ്മൾ അപ്പോഴാണ് നമുക്ക് ആ വിവേകം വരുന്നത്. വിവേകം വരുമ്പോഴോ നമ്മൾ ഈ എമോഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിവേകം വരത്തില്ല. ആ എമോഷൻസ് തള്ളിക്കൂടി അതിന് വരാൻ സ്പേസ് ഇല്ല. പിന്നെ ഇതെല്ലാം കെട്ടടങ്ങ് പറയോ ചെയ്ത് കൂട്ടിയെല്ലാം തെറ്റായിപ്പോ, കഷ്ടമായിപ്പോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്. നമ്മളിങ്ങനെ പശ്ചാത്തപിക്കും. ആ സമയത്ത് ആ വിവേകം വരണമെന്നുണ്ടെങ്കിലോ ഞാൻ ഈ വികാരാധീനായി പോകരുത്. വികാരം കൊള്ളണം, തെറ്റില്ല. പക്ഷെ അതിന്റെ അടിമയായി പോയാലോ? വികാരത്തിന് അടിമപ്പെട്ട് പോകരുത്. ഏത് സന്ദർഭത്തിലും മനസ്സംയമനം, അതാ മനസ്സംയമനം.
അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ വെളിയിലോട്ട് നോക്കിയിരിക്കുകയല്ല വേണ്ടത്. എന്നിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ നിരന്തരം ഞാൻ ഒരു അവയർനെസ് ഉണ്ടാവണം, അതൊരു കോൺഷ്യസ് ആവണം. നമ്മൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള, പക്ഷെ നമ്മൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആ കോൺഷ്യസ് ആവത്തില്ല. നമുക്ക് അങ്ങനെ ഒരു ബോധം വരത്തില്ല. നമുക്ക് സംഭവിക്കുന്നതെല്ലാം നാച്ചുറലാ, അങ്ങനെയാ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവരെന്താ അങ്ങനെ പറഞ്ഞേ, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനലൈസ് ചെയ്യാൻ നടക്കുക, നമ്മളെ അനലൈസ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് എന്തുവാ, നമ്മൾ മനസ്സ് ടർബുലന്റ് ആവും. ഞാൻ എന്നിലോട്ട് തിരിഞ്ഞു നോക്കണം. എപ്പോഴും ഇൻവേർഡ് വേണം, ഔട്ട്വേർഡ് എന്ന് പറഞ്ഞ പോലെ ഇൻവേർഡ്. ഇതിനെ ബാലൻസ് ചെയ്യണം. വ്യാവഹാരികതയും ആത്മീയതയും വേണം നമുക്ക്. നമ്മളിപ്പോൾ വ്യാവഹാരികതയും മാത്രം ഇരിക്കുക എന്നുവെച്ചാൽ എന്തുവാ, ഞാൻ എൻ്റെ എമോഷൻസിൽ മാത്രം ഇരിക്കുക. വിവേകം ഉള്ളിലോട്ട് തിരിയണം. ഞാൻ എപ്പോഴും തിരിയണം, അല്ലാതെ മറ്റുള്ളവരിൽ നോക്കിക്കൊണ്ട് മാത്രം ഇരുന്നുകൂടാ. മനോബുദ്ധികൾക്കിടയിലെ വിടവ്, വാസനാ മാലിന്യങ്ങൾ നീങ്ങി അവ എന്നുവെച്ചാൽ എന്തുവാ, മനസ്സും ബുദ്ധിയും ഒന്നിച്ചു ചേരണം. പഴയ വാസനകൾ മുഴുവൻ തീരണം. പുതുതായി ഒന്നും വന്നു ചേരുകയും അരുത്. അതിന് വാസനാ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ് ഈ ബുദ്ധിയോഗം അത്രേ ഉപായം. അതുകൊണ്ട് ബുദ്ധിയെ ശരണം പ്രാപിക്കൂ. ഏത് ബുദ്ധി? വിവേകബുദ്ധി. ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ വിവേകബുദ്ധിയാ. ബുദ്ധവ് ശരണമന്വിച്ച, ബുദ്ധിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി തീരട്ടെ മനസ്സ്. അതാ പറഞ്ഞു. ഇപ്പം മനസ്സ്, നമ്മളിപ്പം ഈ വിവേകത്തിലല്ല എൻ്റെ ബുദ്ധി ഇരിക്കുന്നത്, വികാരമായിട്ട് ചേർന്നിരിക്കുക. എൻ്റെ ബുദ്ധി എന്തുവാ, ഞാൻ വികാരത്തിൽ ചേർന്നിരിക്കുക. ആ ബുദ്ധി വിവേകത്തിലോട്ട് യോഗം ചെയ്തിരിക്കട്ടെ. ധർമ്മത്തിൽ, വാല്യൂസിൽ. എമോഷൻസ് പറഞ്ഞ വാല്യൂസ് അല്ല, അധർമ്മ ചിന്തകളാതല്ല. ഞാനും എൻ്റെയും, എൻ്റെ നെഗറ്റീവ് അധർമ്മ ചിന്തകളാണ്. മനസ്സിലെ ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തി കിട്ടില്ല. ശരിയല്ലയോ? മനസ്സിലെ ചപല വികാരം, നമ്മുടെ മനസ്സൊരു കുരങ്ങിന്റെ കൂട്ടാ. മനസ്സ് പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ എന്തൊരു അതിക്രമമായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം തോന്നും, അതിനനുസരിച്ചെല്ലാം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ജീവിതമൊക്കെ ദുസ്സഹമാവുന്നു. മനസ്സിലെ ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തി കിട്ടില്ല. ഫലകാംക്ഷ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അതാ ഫലകാംക്ഷ. ഈ ഫലം കിട്ടണം എന്നുള്ള, അതാണ് നമുക്ക് ഒരു സ്വസ്ഥതയും ഒരു ശാന്തിയും ഉണ്ടാവത്തില്ല. ദയനീയമാണ് അവരുടെ നില. കാരണം അവരുടെ സകാമകർമ്മങ്ങൾ, ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ സകാമകർമ്മങ്ങൾ പുതിയ വാസനകൾ ഉള്ളിൽ സൃഷ്ടിച്ച് ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന അജ്ഞാന ഭിത്തിക്ക് കനം കൂട്ടുകയാണ് ചെയ്യുക. നമ്മുടെ വാസനകൾ കൂടിക്കൊണ്ടിരിക്കും. അത് ഈ കട്ടി കൂടുന്തോറും ഞാൻ ഈശ്വരൻ അകന്ന് പിന്നെ ഈശ്വരനെ അറിയാൻ പറ്റത്തില്ല. ആ വിവേകബുദ്ധി ഉദിക്കത്തില്ല. ആ വിവേകം, ആ ഡയറക്ഷൻ എനിക്ക് കിട്ടത്തില്ല. നിഷ്കാമകർമ്മമാകട്ടെ പുതിയ വാസനകൾ ഉളവാക്കുകയില്ലെന്ന് മാത്രമല്ല, പഴയവയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരെ കൃപണർ, ദയനീയര. നമ്മളൊരു ഫലത്തിന് വേണ്ടിയാ കടന്നങ്ങ് ആക്രാന്തം കാണിക്കുക, ആസക്തി കാണിക്കുക. ദയനീയം അവരുടെയൊക്കെ അവസ്ഥ. അതാ കൃപണർ എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നു. ജീവിത വിജയത്തിന്റെ രഹസ്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ മാർഗനിർദ്ദേശം കൈക്കൊണ്ടാൽ ജീവിതത്തിലെ പരാജയങ്ങൾ ഒഴിവാക്കാം. അതിസമർത്ഥമായി നിർവഹിക്കപ്പെടുന്ന കർമ്മത്തിന് മാത്രമേ അതിമഹത്തായ ഫലം ഉളവാക്കാനാകൂ. അടുത്ത ശ്ലോകം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. സമചിത്തത കൈവരിച്ച് യോഗി ഈ ജന്മത്തിൽ തന്നെ പുണ്യപാപങ്ങൾ രണ്ടും ത്യജിക്കുന്നു. അതിനാൽ യോഗത്തിനായി പ്രയത്നിക്കൂ. കർമ്മകുശലത തന്നെ യോഗം. മനസ്സിന്റെ ചാബല്യങ്ങളിൽ നിന്ന് മുക്തനായ ബുദ്ധിയുടെ വിവേകത്തിൽ ഉറച്ചു നിൽക്കുന്ന സമചിത്തനായ യോഗി പുണ്യപാപങ്ങൾക്ക് അതീതനായിത്തീരുന്നു. സുഹൃതവും ദുഷ്കൃതവും മനകൽപ്പനകളാണ്. അവ വാസനാരൂപത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വാസനകളാണ് മനസ്സിൽ കോളിളക്കം സൃഷ്ടിക്കുന്നത്. മനസ്സുമായി ഒട്ടാതെ മാറി നിൽക്കുന്നവനെ അതിലെ കോളിളക്കം ബാധിക്കുകയില്ല. അതാ നമ്മുടെ സമചിത്തത. ആ സമചിത്തമായിട്ടുള്ള മനസ്സിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നമ്മുടെ പ്രശ്നം എന്തുവാ? നമ്മൾ പുണ്യപാപങ്ങളില്ല. ഈ പുണ്യവും പാപവും രണ്ടിലും ബാലൻസ്ഡ് ആവണം. നമ്മൾ പുണ്യം ചേർക്കാനാ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ദാനം ചെയ്യുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. എനിക്ക് പുണ്യം ചേർക്കണം.
നമ്മള് അത് അത് ഈഗോയുടെ അഹന്താമമതയുടെയാ. നമ്മൾ ഈ നമ്മുടെ കർമ്മങ്ങളെ സമർപ്പണ ബുദ്ധിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുണ്യം നമ്മൾ ഈ ദാനം കൊടുക്കുന്നു, അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. നമ്മുടെ മനസ്സിലെ ആറ്റിറ്റ്യൂഡ് എന്തുവാ? ഇത് എനിക്ക് വേണ്ടി, എനിക്ക് നല്ലത് വരണം. ഈ ചിന്തയില ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ദാനം കൊടുക്കുന്നത് അതിന്റെ പുറകിലുള്ള ആ മനോഭാവമാണ് അതിന് ദാനമാക്കുന്നത്. നമ്മളൊരു ഒരു ഈ പുണ്യം ചേർക്കണം, എനിക്ക് പുണ്യം ചേർക്കണം എന്നുള്ള രീതി ദാനം ചെയ്താൽ അത് ദാനമാവുന്നില്ല. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുക. ഈ ഓരോന്നിന്റെയും പുറയിലുള്ള മനോഭാവമാണ് അതിനെ കർമ്മമാക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന കൈ കൊണ്ടോ കാലുകൊണ്ടോ ചെയ്യുന്ന പ്രവൃത്തികൾ അതൊരു ആ പേര് വിളിക്കാൻ പറ്റത്തില്ല. അതിന് പുറകുള്ള മനോഭാവം കൂടെ ആ രീതിയിലായാലേ ആ ഒരു ഇത് ഫലം കിട്ടത്തുള്ളൂ. നമ്മൾ ഈ പുണ്യം ചേർക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് പുണ്യം തരത്തില്ല. നമ്മൾ ഈ പറയുന്ന ഈ ഇതിൽ പറയുന്ന പോലെ കർമ്മം ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത. ഈ മനസ്സിന്റെ ശാന്തി, സമാധാനമാണ് നമ്മൾ അൾട്ടിമേറ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പുണ്യത്തിന്റെ പുറകെ പാപം ചെയ്യരുത്, പുണ്യം ചേർക്കണം, നമ്മൾക്ക് അങ്ങനെ ഒരു സ്വസ്ഥത കിട്ടത്തില്ല. അത് നമ്മളൊരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. പുണ്യം ചേർക്കണം, നമ്മൾ ധർമ്മത്തിലിരുന്നാൽ അത് ഇതായി കഴിഞ്ഞു, നമ്മുടെ സ്വസ്ഥമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ചേർക്കേണ്ട നമ്മൾ ഈ വിവേകം ഉറച്ചാൽ ഈ വാല്യൂസിലെല്ലാം നമ്മളിൽ എത്തിച്ചേരും. നമ്മൾ ഏതാണ് നിത്യം ഏതാണ് അനിത്യം എന്നുള്ള അതാണ് വിവേക വിചാരം. എന്നിൽ ഈ കാണുന്ന ഈ ഈശ്വരൻ ഒഴിച്ച്, എന്നിലുള്ള പരമാത്മ ചെയ്തതിന്റെ അംശം ഒഴിച്ച് ബാക്കിയെല്ലാം മാറ്റമുള്ളതാ അവിടെ. നമ്മൾ അതിനെ അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ എത്തിച്ചേരും. നമ്മൾ ഞാൻ ഈ മനസ്സിനെ എന്നിലുള്ള ഈ ഡിവൈൻ പവറിൽ നിരന്തരം ചിന്തിക്കുക, നിരന്തരം മനം ചെയ്യുമ്പോൾ അത് ഉറയ്ക്കും. അത് എനിക്ക് വാല്യൂസിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ വാല്യൂസിലായിരിക്കും പിന്നെ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഓരോ വാല്യൂ ആയിട്ട് എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഈ ഈശ്വരന്റെ ഡിവൈൻ പവറിന്റെ അംശമാണ്. ഞാനെന്ന ഭാവമല്ല. എൻ്റെ ശരീരവും ഈ ശരീരത്തിന്റെ ശക്തിയോ എൻ്റെ ആൾബലത്തിന്റെ ശക്തിയോ എൻ്റെ പണത്തിന്റെ ശക്തിയിലല്ല ഞാൻ ഇരിക്കുന്നത്. ഈ ഡിവൈൻ പവർ ആണ്. പക്ഷെ എനിക്ക് വരുന്ന ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ? എൻ്റെ തന്നെ കർമ്മഫലമാണ്, കാർമിക് എഫക്റ്റ്. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമ്മുടെ ഒരു പ്രസാദ ബുദ്ധി, അതിനാണ് ഈ അക്സെപ്റ്റൻസ്. ആക്സെപ്റ്റ് എ പേഴ്സൺ ആസ് ഇറ്റ്, അതേപോലെ. പക്ഷെ നമ്മൾ അതിന് അടിമപ്പെട്ടു പോകുന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നമ്മൾ അതിനെ അറിഞ്ഞ് നമ്മൾ കർമ്മം ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഈ രീതിയിലേ എനിക്ക് ഈശ്വരനോട്ട് അടുക്കാൻ പറ്റത്തുള്ളൂ. ശരീരവും മനസ്സും മനുഷ്യ വ്യക്തിത്വത്തിന്റെ പുറന്തോട് മാത്രമാണ്. ഈ ഉപരിതലം വിട്ട് ഉള്ളിലേക്കിറങ്ങി ബുദ്ധിയിൽ സ്ഥാനമുറപ്പിച്ച് സ്വന്തം വ്യക്തിപ്രഭാവം പ്രകടമാക്കാൻ ഗീത ആഹ്വാനം ചെയ്യുന്നു. അതോ മനസ്സും ശരീരവും നമ്മൾ പുറന്തോട് മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്നതോ എൻ്റെ മനസ്സ് പറയുന്നു, എൻ്റെ ശരീരം, ഇത് രണ്ടുപേരും നമുക്കറിയാവും. ഇത് വെറും പുറന്തോടാ. മനുഷ്യ വ്യക്തിത്വത്തിന്റെ പുറന്തോട് മാത്രമാണ്. ഈ ഉപരിതലം വിട്ട് ഉള്ളിലേക്കിറങ്ങി ബുദ്ധിയിൽ എന്തോ ബുദ്ധി? വിവേകബുദ്ധിയിൽ സ്ഥാനമുറപ്പിച്ച് സ്വന്തം വ്യക്തി പ്രഭാവം പ്രകടമാക്കാൻ ഗീത ആഹ്വാനം ചെയ്യുന്നു. ജീവരാശികളുടെ കൂട്ടത്തിൽ പരമോന്നത സ്ഥാനം വിവേകബുദ്ധിയുള്ള മനുഷ്യനാണ്. ഇതര ജീവികൾക്കില്ലാത്ത ഈ വിശിഷ്ട ഉപകരണം വേണ്ട പോലെ ഉപയോഗിക്കാത്തവൻ മനുഷ്യ പദവിക്ക് അർഹനല്ലെന്ന് പറയണം. നമ്മളെല്ലാം ഈ ഗീത പഠിക്കുന്നവരെ മനുഷ്യനായിട്ടല്ല ജീവിച്ചത്. നമ്മളെ മൃഗതുല്യമാണ്. നമ്മളെ മൃഗങ്ങളെല്ലാം ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അവരുടെ എമോഷൻസ് അവർക്ക് ദേഷ്യം വന്ന് പെട്ടെന്ന് അവർ ചെയ്തിരിക്കും. ഇതുപോലെ നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പക്ഷെ മനുഷ്യനൊരു കഴിവുണ്ട്, അതിനെക്കുറിച്ച് അറിവില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയേ, മനുഷ്യന് മാത്രമേ ഉള്ളൂ മാറി ചെയ്യാൻ പറ്റും. വേറെ ഒരു ജീവജാലങ്ങൾക്ക് ഈ ലോകത്തിൽ എന്താണ് ചെയ്യാം അതങ്ങ് ചെയ്തേ പറ്റൂ. അതിൽ മാറി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം. ഈ ഓപ്ഷൻസ് നമുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യുമോ? നമുക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ വിഷമം വരുന്നു, അല്ലെങ്കിൽ സന്തോഷം വരുന്നു, ഇതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. മൃഗത്തിന്റെ കൂട്ട് ഇരുകാലി മൃഗങ്ങളെ പോലെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിനെയൊക്കെ ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മൾ റിഫോർമേഷൻ വരത്തുള്ളൂ, ട്രാൻസ്ഫോർമേഷൻ വരത്തുള്ളൂ. ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങോട്ടാ എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നേ? ഞാൻ ദേവതുല്യനായിട്ട് ഈശ്വരനിലോട്ട് ഞാൻ അടുക്കും. അല്ലെങ്കിലോ ഈ മനുഷ്യജന്മത്തിനെ ഓരോ ജന്മങ്ങളിൽ ജനിച്ചുകൊണ്ടിരിക്കും. ജനന മരണം, ഈ ജനനവും മരണവും ആർക്കാ? ശരീരത്തിന്. ഈ ജീവാത്മാവ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈശ്വരനോട്ട് പോയി ശാന്തി അടയത്തില്ല. സ്ത്രൈണഭാവം വെടിഞ്ഞ് പുരുഷൻ വീണ്ടെടുത്ത് സാഹചര്യങ്ങൾക്ക് അധീശനായി വർത്തിക്കാൻ കൃഷ്ണൻ അർജുനെ ഉപദേശിച്ചു. സ്ത്രൈണഭാവം വെടിഞ്ഞ് പൗരുഷം വീണ്ടെടുത്ത്
സാഹചര്യങ്ങൾക്ക് അതീശനായി വർത്തിക്കാൻ കൃഷ്ണൻ അർജുനെ ഉപദേശിച്ചു. അതാ സ്ത്രീ പുരുഷൻ എന്നുള്ളത് ഇവിടെ ആ ഗുണത്തിനെയാ പറയുന്നത്. സ്ത്രൈണഭാവമുള്ള എത്രയോ പുരുഷന്മാരുണ്ട്, പൗരുഷമുള്ള എത്രയോ സ്ത്രീകളുണ്ട്. ആ ഗുണമാണ് വേണ്ടത്, ആർജവത്വം. അപ്പം അല്ല സ്ത്രീയായിട്ട് ജനിക്കരുതെന്നോ പുരുഷനായിട്ട് ജനിക്കണം എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ആ ഗുണം ഇതെല്ലാം ജീവാത്മാവിന്റെ തലത്തിൽ ആണും പെണ്ണുമില്ല. ജീവാത്മാവെല്ലാം അതൊരു എൻറ്റൈറ്റിയാ, അതിന് ആണും പെണ്ണുമില്ല. നമ്മുടെ ആ കർമ്മഫലത്തിൽ വരുന്ന നമ്മൾ ഏതിനോട് ചേർന്ന് നിൽക്കുന്നു അതായിത്തീരും. നമ്മൾ യദ്ഭാവ തദ്ഭവതി, നമ്മൾ എന്തും ധനിക്കുന്നു അതായിത്തീരുന്നു. അല്ലാതെ ഞാൻ ആണുമല്ല പെണ്ണുമല്ല. അപ്പൊ ഞാൻ സ്ത്രൈണ ഗുണവും പുരുഷ ഗുണവും നമ്മൾ എല്ലാവരിലും ഉണ്ട്. അപ്പം പുരുഷത്വമാണ്, ആർജവത്വമാണ് ഈശ്വരനിലോട്ട് പോകാനുള്ള ഗുണം. സ്ത്രൈണഭാവോ ദൗർബല്യമാ. സ്ത്രൈണഭാവം വെടിഞ്ഞ് പൗരുഷം വീണ്ടെടുത്ത് സാഹചര്യങ്ങൾക്ക് അതീശനായി വർത്തിക്കാൻ കൃഷ്ണൻ അർജുനെ ഉപദേശിക്കുന്നു. ബുദ്ധിയുടെ നിലവാരത്തിലേക്ക് ഉയരാതെ ശാരീരികവും മാനസികവുമായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോവുക കൊണ്ടാണ് വീരനായ അർജുനൻ ഭീരുവായി മാറിയത്. മനുഷ്യന്മത്തിന്റെ മഹത്വം മറക്കാതെ കർത്തവ്യകർമ്മങ്ങൾ നന്നായി നിർവഹിക്കുന്നതിന് മാത്രമേ സഞ്ചിത വാസനകൾ മുഴുവൻ തീർത്ത് മുക്തനാവാൻ കഴിയൂ. അതാ സഞ്ചിത വാസനയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സഞ്ചിത വാസനയാണ് എന്നെ ഈ ശരീരം എടുക്കാൻ കാരണം. അത് മാറി എനിക്ക് ഈ വാസനകളെല്ലാം മാറ്റണമെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബുദ്ധിയോഗത്തിൽ കർമ്മയോഗത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ പോകണം. അല്ലെങ്കിൽ ഞാൻ ജന്മങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കും. വാസനകളെല്ലാം തീർക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മാർഗം. മനുഷ്യന്മത്തിന്റെ മഹത്വം മറക്കാതെ കർത്തവ്യകർമ്മങ്ങൾ നന്നായി നിർവഹിക്കുന്നതിന് മാത്രമേ സഞ്ചിത വാസന മുഴുവൻ തീർത്ത് മുക്തനാവാൻ കഴിയൂ. അതിനാൽ യോഗത്തിന് തയ്യാറാവൂ. എന്താണ് യോഗം? മനസ്സിന്റെ സാമ്യാവസ്ഥയാണ് യോഗം. സാമ്യാവസ്ഥ സമചിത്തത, മനസ്സിന്റെ സാമ്യാവസ്ഥ. സമത്വം യോഗ ഉച്ചതി എന്ന് മുമ്പ് പറഞ്ഞതിനെ പുതിയൊരു നിർവചനത്തിലൂടെ ഇവിടെ ഒന്നുകൂടി വിശദമാക്കുന്നു. കർമ്മകുശലത തന്നെ യോഗം. യോഗ കർമ്മസു കൗശലം എന്ന് ഒരു ശാസ്ത്രത്തിൽ ഒരു പദത്തിന് ഒന്നിലധികം നിർവചനം നൽകുകയാണെങ്കിൽ അത് ആശയക്കുഴപ്പം ഉണ്ടാക്കില്ലേ? യോഗത്തിന് 2 നിർവചനം കൊടുത്തത് ശരിയാണോ? സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ 2 നിർവചനങ്ങളും പരസ്പര പൂരകങ്ങളാണെന്ന് കാണാം. ആദ്യത്തെ നിർവചനം കൂടി രണ്ടാമത്തേതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സമത്വം അഥവാ സമചിത്തത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഡ്യവും നിഷ്ക്രിയവുമായ ഒരു നിശ്ചലാവസ്ഥയല്ല, മറിച്ച് അനുകൂലമോ പ്രതികൂലമോ ആയ എല്ലാ ജീവിതാനുഭവങ്ങളിലും മനസ്സിനെ ഒരേ നിലയിൽ നിർത്തി സമർത്ഥമായ നിലയിൽ കർത്തവ്യകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള പാഠവുമാണ് യോഗ കർമ്മസു കൗശലം എന്ന് സൂചിപ്പിക്കുന്നത്. അതാ നമ്മൾ എങ്ങനെ കൗശലത്തോടെ കർമ്മങ്ങൾ ചെയ്യുക എന്നുവെച്ചാൽ ബുദ്ധിപരമായി വിവേകത്തിൽ. അതാണ് ഇത് രണ്ടും ഒരേ ആശയം തന്നെ വെളിവാക്കുന്നു. അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കൗശലത്തിൽ കർമ്മം ചെയ്യുക. നമ്മളൊരു ചക്ക മുറിക്കുന്നു. ചക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് ചക്ക മുറിക്കുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി എന്തുവാ? അതിൻ്റെ അരക്കെല്ലാം കയ്യിൽ പറ്റും. പക്ഷെ ചക്ക ഇഷ്ടമാ. പക്ഷെ അതെല്ലാം മുറിച്ച് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ പാടെ എല്ലാവരും ആകെ നമ്മൾ ഡിസ്റ്റർബ് ആകും. ചിലപ്പോൾ അരക്ക് കയ്യെ പറ്റും, അങ്ങനെ പറ്റി ഇതൊക്കെ പോയി. ചക്ക ഇഷ്ടമാണ് താൻ. അപ്പം എങ്ങനെ അതിനെ ചെയ്യുന്നേ? അത് നമ്മുടെ കയ്യിൽ പറ്റാതെ നോക്കണം. ഈ ചക്കയരക്ക് കയ്യിൽ പറ്റരുത്. നമ്മൾ എന്ത് ചെയ്യും? എണ്ണയൊക്കെ പുരട്ടി ഒക്കെ മുറിച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ നമുക്കാകില്ല എന്ന് പറയുന്ന പോലെ ഈ എനിക്ക് കർമ്മങ്ങൾ ചെയ്ത് എനിക്ക് ആഗ്രഹ നിവൃത്തി വരണം. പക്ഷെ ഇത് അതുമായിട്ട് കയറി ഞാൻ ഒട്ടിപ്പോവും. എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പൊ ഞാൻ ആപ്പാട് കുഴഞ്ഞു പോകും. ചക്ക ഇറക്കി ഇടുന്ന പോലെ നമ്മളങ്ങ് കുഴഞ്ഞു പോകും. അതേസമയത്ത് എണ്ണ പുരട്ടിയാലോ അതുമായിട്ട് പിന്നെ ഒട്ടലില്ല. ആ ഒട്ടലില്ലാത്ത പോലെ വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. ഒരു കർമ്മത്തിൽ നമുക്ക് ആ ഫലമുണ്ട്, പക്ഷെ ആ ഫലത്തിലോട്ട് ഞാനങ്ങ് ഒട്ടിപ്പോയ പ്രശ്നമാണ് എനിക്ക്. അതൊരു കൗശലമാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ കർമ്മങ്ങളെ കൗശലപൂർവ്വം, അതാ ഈ പറഞ്ഞു തരുന്നേ. കർമ്മത്തിനെ കർമ്മയോഗത്തിൽ ചെയ്യൂ, അതാ കർമ്മ കൗശലം. ഏതാ സമചിത്തതയാണ് ഇതെല്ലാം. ഈ യോഗത്തിൽ സമർപ്പണ ബുദ്ധി, സമചിത്തത, സമർപ്പണ ബുദ്ധി. ഞാനെന്ന ഭാവത്തിലല്ല, ഞാൻ ഈശ്വരന്റെ അംശമാണ്. ഇതെല്ലാം വാസനയാണ്, എൻ്റെ മാലിന്യമാണ്. ഈ മാലിന്യം കഴുകാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ രീതി ചെയ്താൽ ഞാൻ എൻ്റെ വാസനകൾ കൂടത്തേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ചെയ്താലേ എൻ്റെ വാസന കുറയത്തുള്ളൂ. നമ്മൾ ഇതിനെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഗീതാചാര്യന്റെ ആശയം വ്യക്തമാവും. കർത്തവ്യകർമ്മങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഓരോരുത്തർക്കും വന്നു ചേരുന്ന കർമ്മങ്ങൾ. അത് നമുക്ക് ഫ്രീഡം ഇല്ല, അത് വന്നു ചേരുന്നു.
നമ്മുടെ പക്ഷേ തള്ളിക്കളയും. ഓ, എനിക്ക് വയ്യ ഇതൊന്നും ചെയ്യാൻ. നമ്മളതിനെ നമ്മളെല്ലാത്തിനും ഒഴിഞ്ഞു മാറും. കർത്തവ്യങ്ങളിൽ നിഷ്കാമമായി അനുഷ്ഠിക്കലാണ് കർമ്മയോഗം. അങ്ങനെ ചെയ്യുന്ന കർമ്മയോഗി താൻ മുമ്പ് ആർജിച്ചു പോയ വാസനകളിൽ നിന്ന്, ദുഷ്കൃതങ്ങളിൽ നിന്ന് മുക്തനാവുന്നു. വാസനാസമ്മർദ്ദം നീങ്ങുമ്പോൾ വിക്ഷേപങ്ങൾ അടങ്ങി മനസ്സ് ശാന്തമാവും, അന്ധകരണം ശുദ്ധമാവും. അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗീത പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതെ ഈ വേർഡിനെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ ചിന്തകളെല്ലാം റിഫൈൻ ആവും, അന്ധകരണം ശുദ്ധമാവും. ധ്യാനാഭ്യാസത്തിനുള്ള അർഹത എങ്ങനെ സാധകൻ കൈവരിക്കുന്നു? ധ്യാനാഭ്യാസത്തിനുള്ള അർഹത അങ്ങനെ സാധകൻ കൈവരിക്കുന്നു. ഈ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും യഥാവിധി അനുഷ്ഠിക്കുകയാണെങ്കിൽ ക്രമത്തിൽ സാധകന്റെ അന്ധകരണ ശുദ്ധിക്കും ധ്യാനനിഷ്ഠയ്ക്കും ആത്മസാക്ഷാത്കാരത്തിനും ഉപായങ്ങളാണെന്ന് കാണാം. അതാ നമ്മളെ നമ്മുടെ മനസ്സ് ആദ്യം റിഫൈൻ ചെയ്യണം. നമ്മൾ ഈ ഗീത പഠിക്കുന്നതിന് നമ്മൾ ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. നമ്മളിത് ഉൾക്കൊണ്ടാലേ നമുക്കത് നടക്കത്തുള്ളൂ. അതിൽ കൂടെ എനിക്ക് ഈ ഈശ്വരനോട്ട് ഉയരാം. അന്ധകരണ ശുദ്ധിക്കും ധ്യാനനിഷ്ഠയ്ക്കും ആത്മസാക്ഷാത്കാരത്തിനും ഉപായം. ഇതിൻ്റെയൊക്കെ ഇങ്ങനെ പോയാലേ എനിക്ക് ഒക്കത്തുള്ളൂ. ഇതാണ് എൻ്റെ ഉപായം. വേറെ ഷോർട്ട് കട്ട് ഇല്ല. നമുക്ക് പെട്ടെന്ന് ഒരു ആത്മസാക്ഷാത്കാരം വേറെ പല രീതിയിലും ഷോർട്ട് കട്ട്, അങ്ങനെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ ഇത് അഭ്യസിച്ചേ പറ്റൂ. അടുത്ത് കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണാം ജന്മബന്ധു വിനിർമുക്താം പദം ഗച്ഛന്ത്യനാമയം. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾ ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് കർമ്മഫലം ഉപേക്ഷിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ പരമപദം പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾ ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് കർമ്മയോഗം ചെയ്ത്, കർമ്മം ചെയ്യുവല്ല, കർമ്മം ചെയ്തുകൊണ്ടിരിക്കില്ല, കർമ്മത്തിനെ യോഗമായി ചെയ്ത് ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് കർമ്മഫലം ഉപേക്ഷിച്ച്, ഞാൻ കർമ്മഫലമായിട്ട് എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഫലം വരട്ടെ വരാതിരിക്കട്ടെ, ഞാൻ കർമ്മം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. കർമ്മഫലം ഉപേക്ഷിച്ച് എന്ന് വെച്ചുകൊണ്ട് എനിക്ക് ഫലം വേണ്ട എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെയും ഞാൻ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാം തളർന്നു പോകും, നിരാശപ്പെട്ടു പോകും. നിരാശരാകാതെ ഇതിനെ മനസ്സിലാക്കി നമുക്ക് ആ നിരാശ വരുത്തില്ല. നമ്മൾ കർമ്മം ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേ, നമ്മളിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ ചില സങ്കല്പങ്ങളാണ് നമ്മളെ ഇതെല്ലാം പ്രശ്നത്തിലാക്കുന്നത്. നമ്മൾ സങ്കല്പിച്ചു കൂട്ടിയിരിക്കുന്ന വേറെ ഡയറക്ഷനില്ല. ഈ സങ്കല്പിക്കാം, പക്ഷേ വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനോട് പഠിച്ചാൽ കുഴപ്പമില്ല. സമത്വ ബുദ്ധി കൈവരിച്ച് കർമ്മയോഗത്തിന് തയ്യാറാവും എന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് പ്രയോജനം സ്പഷ്ടമാകുന്നു. അതുകൊണ്ടുള്ള പ്രയോജനം സ്പഷ്ടമാക്കുന്നു. യഥാർത്ഥ ജീവിതകല വശമാക്കി മാതൃകാ ജീവിതം നയിക്കുന്ന ജ്ഞാനികൾ കർത്തവ്യ കർമ്മങ്ങളൊക്കെയും ഫലകാംക്ഷയില്ലാതെ സമചിത്തതയോടെ ചെയ്യുന്നു. മനുഷ്യനെ സംസാരത്തിൽ ബന്ധിക്കുന്ന അഹന്തയും സ്വാർത്ഥ കാമനകളും അവർക്കില്ല. ഉള്ളിലുദിക്കുന്ന ചിന്തകളിൽ അഭിമാനിക്കുമ്പോഴാണ് അഹങ്കാരം ഉടലെടുക്കുന്നത്. അതാ ഉള്ളിലുദിക്കുന്ന ചിന്തകളിൽ അഭിമാനം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാ, ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക്, അതിൽ അഭിമാനം കൊള്ളുന്നു. നമ്മൾ എന്തെങ്കിലും പറയുമല്ലോ, എപ്പോഴും നമ്മൾ എന്തെങ്കിലും വീടുകളിൽ തന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടാ, പക്ഷെ നമ്മൾ ഭയങ്കര മുൻകൂട്ടിയാണോ അത് പറഞ്ഞു അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം നമ്മൾ അതിനെ കൊണ്ട് അഭിമാനം കൊള്ളുക. ഇത് ഞാനെന്ന ഭാവമല്ല അവിടെ. ഈ എന്നിലുള്ള ഈശ്വര ചൈതന്യത്തിലാണ് ഇതാണ് എന്നേക്ക് അവിടെ വേണ്ടതല്ലാതെ ഞാനെന്ന ഭാവമല്ല. അവിടെ കയറി ഞാനെ പ്രൊജക്റ്റ് ചെയ്യരുത്. അതിനെ അതാ പറഞ്ഞു, ഇപ്പം ഞാൻ ആവശ്യമില്ലാതെ ഞാനെന്ന ഭാവത്തിലോട്ട് പോകരുത്. എപ്പോഴും ക്രെഡിറ്റിനെ ഉൾക്കൊള്ളുകയും അത് പരാജയം വന്നാലോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അത് എന്നെ കൊണ്ടല്ല, ഈ ഞാൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അതാ അഹംഭാവം. ഞാനെന്ന ഭാവത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ക്രെഡിറ്റിനെ ഓൺ ചെയ്യുകയും വിജയത്തിനെ, സക്സസിനെ ഓൺ ചെയ്യുകയും ഡിഫീറ്റിനെ ഡിസോൺ ചെയ്യുകയും ചെയ്യും. ഇതെനിക്ക് വന്നുകൂടാ. അത് ഈ ഞാനെന്ന ഭാവമാണ്. ഉള്ളിലുദിക്കുന്ന ചിന്തകളിൽ യഥാർത്ഥ ജീവിതകല വശമാക്കി മാതൃകാ ജീവിതം നയിക്കുന്ന ജ്ഞാനികൾ
കർത്തവ്യകർമ്മങ്ങളൊക്കെയും ഫലകാംക്ഷയില്ലാതെ സമചിത്തതയോടെ ചെയ്യുന്നു. മനുഷ്യനെ സംസാരത്തിൽ ബന്ധിക്കുന്ന അഹന്തയും സ്വാർത്ഥകാമനകളും അവർക്കില്ല. ഉള്ളിലുദിക്കുന്ന ചിന്തകളിൽ അഭിമാനിക്കുമ്പോഴാണ് അഹങ്കാരം ഉടലെടുക്കുന്നത്. കർമ്മഫലത്തിൽ കണ്ണുവെച്ച് പ്രവർത്തിക്കുക എന്നതാണ് അഹങ്കാരത്തിന്റെ സ്വഭാവം. അഹങ്കാരവും ഫലേച്ഛയുമില്ലാതെ സമബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന കർമ്മയോഗി വാസനാമാലിന്യങ്ങൾ മുഴുവൻ തുടച്ചു നീക്കി പരമപദം പ്രാപിക്കുന്നു. അതാണ് ഈ അഹന്തയാണ് ഈ ഫലത്തിൽ കണ്ണുവെച്ചിട്ടാണ് എനിക്ക് അങ്ങനെ വരണം, വന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഒക്കത്തില്ല. നമ്മൾ ഈ ശാഠ്യമാണ്, ഈ ആസക്തിയാണ് എന്നെ ദുരിതത്തിലായിരുന്നു. നമ്മുടെ ജീവിതം ശാന്തി ഇല്ലാതായി പോകുന്നതിന്റെ കാരണം ഈ ഞാനെന്ന ഭാവത്തിലോട്ട് എപ്പോഴും പോകുന്നു. ഞാനെന്ന ഭാവമില്ലാതെ ഞാൻ ഈശ്വരന്റെ അംശമാണ്. ഞാൻ ശരിക്കുള്ള ഞാൻ ആരാ? ഞാനെന്ന ഭാവമല്ല അവിടെ, ഞാൻ ഒരു ഈശ്വരന്റെ അംശമാണ്. ആ ഭാവത്തിലിരിക്കണം. അല്ലാതെ ഞാൻ എൻ്റെ മിടുക്ക്, എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ പണബലം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കഴിവ്, എൻ്റെ ജോലിയുടെ പൊസിഷൻ, നമ്മൾ ഇതിലൊക്കെ അഭിമാനം കൊള്ളുക. ഇതൊക്കെ ഞാനെന്ന ഭാവമാണ്. ഈ ഞാനെന്ന ഭാവം ഇല്ലാതെ പ്രവർത്തിച്ചാലോ നമ്മൾ അവിടാണ് അക്സെപ്റ്റൻസ് വരുന്നത്. ഈ ഈഗോയിൽ ഇരിക്കുന്നതോറും അക്സെപ്റ്റൻസ്, എല്ലാ പൊതുമധ്യത്തിലുള്ള അക്സെപ്റ്റൻസ് കുറയും. വെളി കാണിച്ച പോലെ ഉള്ളിലെല്ലാം ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാനെന്ന ഭാവത്തിൽ ഇരിക്കുന്നവരോട് തൽക്കാലം വെളി കാണിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ അറിയും ഇവൻ ശുംഭനാണെന്ന്. അപ്പം നമ്മൾ ഈ ഞാനെന്ന ഭാവത്തിലോട്ട് ഞാൻ വേണം താനും. ഞാൻ ആരാ? ഈശ്വരന്റെ അംശമാണ്. ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ള വ്യക്തമായ ഞാൻ ഒരു ഡിവൈൻ പവർ, അല്ലെങ്കിൽ ഞാൻ ജഡമല്ലേ? ഈ ഈശ്വര ചൈതന്യം എന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ അത് വിട്ടുപോകുമ്പോഴേ ഈ ശരീരം താഴെ വീഴുന്നത്. പിന്നെ ഈ ശരീരം എനിക്ക് വേറെ ശരീരത്തിലോട്ട് ഞാൻ പോയിരിക്കും വാസന നിലനിൽക്കുന്നിടത്തോളം കാലം. പക്ഷേ ഈ ശരീരം വിട്ട് പോകുമ്പോഴേ എൻ്റെ ഈ ജീവാത്മാവിന്റെ സ്റ്റാറ്റസ് വേണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി ഞാൻ ജനിക്കത്തുള്ളൂ. അല്ലെങ്കിലോ ഞാൻ ഇതിനെ റിഫൈൻ ചെയ്തിട്ടില്ലെങ്കിലോ ഇതിനെക്കാട്ടി ദുരിതാവസ്ഥയിലായിരിക്കും പോയി ജനിക്കുന്നത്. ഒന്നീ മനുഷ്യനും അല്ലെങ്കിൽ താഴെ മൃഗജമായിട്ടും ജനിക്കും. ഈ മൃഗീയമായ വാസനകളിൽ ഇരിക്കുന്നവരെല്ലാം മൃഗജന്മത്തിലോട്ടേ പോകത്തുള്ളൂ. അതൊരു പരമാർത്ഥ പുനർജന്മം ഉണ്ട്. വാസന നിലനിൽക്കുന്നിടത്തോളം പുനർജന്മം ഉണ്ട്. ഈ ജന്മം ആത്മസാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിലും എൻ്റെ ജന്മത്തിനെ ഉയർത്താം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചേ പറ്റൂ. ഇതിനെ നമ്മൾ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാണാതെ പഠിച്ച് നമ്മൾ ഈ ഗീത പഠിക്കുമ്പോഴേ പല ആവർത്തി വായിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന വരികളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ടല്ല കാര്യം. നമ്മൾ പല ആവർത്തി വായിക്കുമ്പോൾ, നമ്മൾ സ്കൂളിലൊക്കെ പറയുന്നത് പല ആവർത്തി വായിക്കുമ്പോൾ എനിക്ക് ആ ലൈൻസ് ഒക്കെ എൻ്റെ മനസ്സിൽ വരും. ആ ലൈൻസ് പറഞ്ഞിട്ടല്ല കാര്യം. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഐഡിയ എന്താണെന്ന് ഗ്രഹിക്കണം. പിന്നെ നമുക്ക് നമ്മുടേതായ വേർഡ്സിൽ പറയാം. അല്ലാതെ ഇതിന്റെ ബുക്കുകളിൽ പറയുന്ന സെന്റൻസോ ഒന്നും എടുക്കണമെന്നില്ല. നമ്മുടേതായ രീതി ഉൾക്കൊള്ളുക, നമ്മൾ ഗ്രഹിക്കുക. അപ്പം നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. അല്ല, നമ്മൾ ഈ ഗീത പല ആവർത്തി വായിക്കുന്നിരിക്കട്ടെ, തെറ്റൊന്നുമില്ല. പക്ഷെ ആവർത്തിച്ചല്ല, വെറുതെ നമുക്ക് ആ ലൈൻസ് ഒക്കെ ഓർമ്മ വരും, പെട്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ശ്ലോകങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്ന ഐഡിയ ഗ്രഹിക്കാൻ നോക്കണം. ഇതൊക്കെ ഈ ചാൻഡിങ്ങും ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും ലാംഗ്വേജ് അല്ലെങ്കിൽ സംസ്കൃതം ഇതൊക്കെ കൊച്ചിലെ പഠിക്കേണ്ടതാണ്. അതൊന്നും പഠിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് നമ്മൾ ഇതിന്റെ ഐഡിയ ആണ് ഗ്രഹിക്കേണ്ടത്. ഇതിന്റെ വരികളെ നമ്മൾ കാണാതെ പറഞ്ഞിട്ടോ ഈ അർത്ഥം കാണാതെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഈ ഗീതയിൽ പറഞ്ഞേക്കുന്ന ഐഡിയയെ നമ്മൾ ഗ്രഹിക്കണം, ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? കാണാതെ പറയുന്നതിനെ അല്ല. ഇതിനകത്ത് പറഞ്ഞ വ്യാഖ്യാനത്തിൽ പറഞ്ഞ സെന്റൻസുകളെല്ലാം ഞാൻ കാണാതെ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ? ഞാൻ ഉൾക്കൊണ്ട് എൻ്റെതായ രീതിയിൽ അത് ഉൾക്കൊണ്ടാൽ എനിക്ക് എൻ്റെ പ്രവൃത്തിയിലോട്ട് വരും. ശരി, സമയം കഴിഞ്ഞു. നമുക്ക് നാളെ കാണാം. ശരി.